കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ആത്മീയ സംഗമത്തിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ആത്മീയ ശുശ്രൂഷ വളരെ തികവോടെ പ്രൊസൈഡ് ചെയ്യുന്ന പാസ്റ്റർ കെ പി വർഗീസ്, അനുഗ്രഹീത ആത്മീയ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വന്ദനം അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്കിടയാക്കിയല്ലോ. പ്രാർത്ഥന പരിസരം തിരുവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നത് 2 ദിനവൃത്താന്തങ്ങൾ 34-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനാണ്. 2 ദിനവൃത്താന്തം 34-ാം അധ്യായം 28-ാം വാക്യം. ഞാൻ നിന്നെ നിൻ്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും, നീ സമാധാനത്തോടെ നിൻ്റെ കല്ലറയിൽ അടക്കപ്പെടും. ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വരുത്തുവാൻ പോകുന്ന അനർത്ഥം ഒന്നും നിൻ്റെ കണ്ണ് കാണുകയില്ല. അവർ രാജാവിനെ ഈ മറുപടി ബോധിപ്പിച്ചു. വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഇസ്രായേലിയ ചരിത്രത്തിൽ, യഹൂദ ചരിത്രത്തിൽ വളരെ വ്യത്യസ്തമായ ഏടുകൾ ആത്മീയനെ മനസ്സിലാക്കാൻ കഴിയുന്ന നിരവധി സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് യോശിയാവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗം. യോശിയാവിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ യോശിയാവിൻ്റെ കുടുംബത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിസ്കിയാവ് എന്ന കരുത്തനായ മനുഷ്യനിലൂടെയാണ്. 15 വർഷക്കാലം കരുത്തോടെ കർത്താവിൻ്റെ നിയോഗപ്രകാരം നിന്ന ഒരു മനുഷ്യൻ ഹിസ്കിയാവ്. പ്രാർത്ഥിച്ച് 15 വർഷക്കാലം ആയുസ് നീട്ടി പ്രാപിച്ച മനുഷ്യൻ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള വ്യക്തിയായിരുന്നു ഹിസ്കിയാവ്. എന്നാൽ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഗതികേട്, ആരംഭം നന്നായിരുന്നു, പക്ഷേ അവസാനം വളരെ വേദനയായിരുന്നു. ശത്രുവിന് രാജ്യത്തെ തന്നെ ഒറ്റുകൊടുക്കുന്ന രീതിയിലായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ഗതികേട്. ഹിസ്കിയാവിൻ്റെ മകൻ മനശ്ശെ ഏറ്റവും ക്രമമില്ലാത്ത ജീവിതത്തിലേക്ക് പോയി. മാതാപിതാക്കളോ തൻ്റെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ മാരകമായ പാപത്തിലൂടെ അനവധി വ്യക്തികളെ, തൻ്റെ ജീവിതത്തെ തന്നെ ഏറ്റവും മൃഗീയമായ രീതിയിൽ മാറ്റിമറിച്ച പാപത്തിൽ വീണുപോയ, അന്യ ആരാധനയിലേക്ക് വീണുപോയ ചരിത്രവും നമുക്കറിയാം. ഇനി മനശ്ശെയുടെ മകനാണ് ആമോൻ. അപ്പൻ്റെ വഴിയിൽ നിന്ന് ഒട്ടും മാറാതെ തന്നെ അതേ പ്രകൃതം തുടർന്ന വ്യക്തിയാണ് ആമോൻ. അങ്ങനെ തൻ്റെ ഭൃത്യന്മാരാൽ ആമോനും കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ഈ പരമ്പരയിൽ നിന്ന് അടുത്തൊരു വ്യക്തി, ബാലനായിരുന്ന യോശിയാവ് രാജ്യഭാരം ഏറ്റെടുക്കുമ്പോൾ യോശിയാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറെ വ്യത്യസ്തതയുള്ള ചില ഭാഗങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. 8-ാം വയസ്സിൽ സിംഹാസനത്തിലേക്ക് അവരോധിക്കപ്പെട്ട ഈ യോശിയാവിൻ്റെ തൻ്റെ ജീവകാലഘട്ടത്തിൽ ദൈവത്തിന് ഹിതകരമാവണ്ണം നമ്മൾ ചരിത്രത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ 31 വർഷം കൊണ്ട് ഇസ്രായേലിനെ വ്യത്യസ്തമായ ഒരു ഉൾക്കാഴ്ചയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു രാജാവാണ് യോശിയാവ്. അപ്പം ഈ യോശിയാവിൻ്റെ ജീവാവസാനം അടുക്കുമ്പോൾ ഹൂൽദ പ്രവാചകയിലൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നൊരു ദൂതാണ് നമ്മൾ വായിച്ച വാക്യം, നിന്റെ കണ്ണ് അനർത്ഥം കാണുകയില്ല. അതെ, പരിശുദ്ധാത്മാവ് ഇന്ന് ഓരോ കുടുംബങ്ങളോടും വ്യക്തികളോടും ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം അതാണ്. അനർത്ഥം കാണാത്തൊരു കണ്ണ്, നിന്റെ കണ്ണ് അനർത്ഥം കാണുകയില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് ആശയങ്ങൾ നമുക്ക് മനസ്സിലാകും. ഒരു ആത്മീകനോട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാട്, നിന്റെ കണ്ണ് അനർത്ഥം കാണുകയില്ല, പക്ഷേ നീ മരിക്കും. ശരിയാണ്, പക്ഷേ അനർത്ഥം കാണാതെ നീ മരിക്കും. അപ്പോൾ ഇവിടെ അനർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനർത്ഥമെന്ന് വേദപുസ്തകം പറയുന്ന വാക്കുകൾക്കെല്ലാം ന്യായവിധിയോടാണ് ബന്ധമുള്ളത്. വേദപുസ്തകത്തിൽ ആഴമായ നിലയിൽ പഠിക്കുന്ന ഒരു പഠിതാവിനറിയാം, അനർത്ഥം എന്ന പദം കൊണ്ടെത്തിക്കുന്ന മുഴുവനും ന്യായവിധിയാണ്. ഇസ്രായേലിൽ വരാൻ പോകുന്ന ന്യായവിധി നിന്റെ കണ്ണ് കാണുകയില്ല. അതാണ് ഒരു ആശ്വാസം. അപ്പോൾ തന്നെ പുതിയ നിയമവിശ്വാസിയോട് ബന്ധപ്പെടുത്തിയാണ് ഈ വാക്കിനെ ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ക്രിസ്തു ഭക്തൻ്റെ കണ്ണ് അനർത്ഥം കാണുകയില്ല. ഞാൻ അനർത്ഥം എന്ന വാക്ക് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ അനർത്ഥത്തെ നരകം എന്ന് വിവർത്തനം ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നരകം, അനർത്ഥം നരകമാണ്. കാരണം ദൈവം വരുത്തുന്ന ന്യായവിധികളെല്ലാം ഏറ്റവും വലിയ അനർത്ഥങ്ങളാണു എങ്കിൽ ഇവിടെ പുതിയ നിയമ വിശ്വാസി മനസ്സിലാക്കേണ്ടത്
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് തരുന്നൊരു ഉറപ്പാണ്, നിന്റെ കണ്ണ് അനർത്ഥം കാണുകയില്ല. അതെ, നരകം ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും വലിയ അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? അനർത്ഥം മാറിക്കിട്ടാൻ നമ്മുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ട ഉടമ്പടികൾ എന്താണ്? ഞാൻ ആ ഭാഗമൊന്ന് ലളിതമാക്കാം. ഒരാത്മീകൻ്റെ ജീവിതത്തിൽ പുതിയ നിയമവിശ്വാസി അറിയേണ്ടത്, അനർത്ഥം കാണുകയില്ല എന്ന് പറയുമ്പോൾ ഒരു ഭക്തൻ്റെ മരണം പോലും അനർത്ഥം എന്ന പദത്തോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ അത് നരകമെന്ന് തന്നെയാണ്. ഇതിനെ രണ്ടായി, മരണവും അനർത്ഥവും രണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യെശയ്യാ പ്രവാചക പുസ്തകം 57 1 2 വാക്യത്തിൽ പ്രവാചകൻ പ്രവചിക്കുന്ന ഇങ്ങനെയാണ്. അതായത്, ഭക്തന്മാർ കഴിഞ്ഞു പോകുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. നീതിമാൻ കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുൻപേ കഴിഞ്ഞു പോകുന്നു. അതാണ് ആ വാക്ക്. നീതിമാൻ അനർത്ഥത്തിന് മുൻപേ കഴിഞ്ഞു പോകുന്നു. അപ്പോൾ നീതിമാൻ കഴിഞ്ഞു പോകുന്നു എന്ന പദം മരണമാണെങ്കിൽ അനർത്ഥത്തിന് മുൻപ് കഴിഞ്ഞു പോകുന്നു. ഒരുപാട് പേരുടെയും ചോദ്യമാണ്, ചില മരണങ്ങൾ നമ്മെ അലട്ടാറുണ്ട്, ചില മരണങ്ങൾ നമുക്ക് ഭീതി വരുത്താറുണ്ട്. ചില അപകട മരണങ്ങൾ, ചില പെട്ടെന്ന് ഉണ്ടായ മരണങ്ങൾ, അകാലത്തിൽ സംഭവിച്ച മരണങ്ങൾ, ഇതൊക്കെ നമുക്ക് ചോദ്യങ്ങളായി അവശേഷിക്കുമ്പോൾ പലരുടെയും ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ പ്രായത്തിൽ മരിച്ചു? എന്തുകൊണ്ട് ഇങ്ങനെ മരിച്ചു? എന്തുകൊണ്ട് ദൈവഭക്തനായി ഭക്തയായി ജീവിച്ചിട്ടും ഇങ്ങനെ സംഭവിച്ചു? അതിനൊരു ഉത്തരമാണ് യെശയ്യാ പ്രവാചക പുസ്തകം 57 1 2 പറയുന്നു, നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. നീതിമാൻ അനർത്ഥത്തിന് മുൻപേ കഴിഞ്ഞു പോകുന്നു. നീതിമാൻ കഴിഞ്ഞു പോകുന്നു എന്നത് മരണമാണെങ്കിൽ എപ്പോൾ നീതിമാൻ മരിക്കും? അനർത്ഥത്തിന് മുൻപ് മരിക്കും. അപ്പോൾ എന്താണ് അനർത്ഥം? നരകത്തിന് മുൻപാണ് ഒരു ആത്മീകൻ മരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 80 90 100 എന്ന ആയുസ്സിൻ്റെ കണക്കല്ല അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം നോക്കുന്നത്. പകരം എപ്പോൾ മരിക്കും? ഒറ്റ മറുപടിയേ ഉള്ളൂ, നരകത്തിൽ പോകുന്നതിന് മുൻപ് മരണം നമ്മെ തേടി വരും. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ജഡത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളുമൊക്കെ ഈ ലോകത്തോട് ബന്ധപ്പെടുത്തിയാകുമ്പോൾ അഖിലാണ്ടകാരകനായ ദൈവത്തിൻ്റെ പദ്ധതി നമ്മോട് ബന്ധപ്പെട്ട് എന്താണെന്നല്ലേ നാം അറിയേണ്ടത്? നാം എല്ലാവരും സ്വർഗത്തിലെത്തണമെന്ന ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തിനുണ്ട്. അതാണ് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 17:24 പറയുന്ന വാക്കുണ്ട്, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചു. നീ എന്നെ ആ സ്നേഹിച്ച സ്നേഹം, നീ എനിക്ക് നൽകിയ മഹത്വം, നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നീ എനിക്ക് തന്നവർ എന്നോടുകൂടെ ഇരിക്കണമെന്നാണ്. നമ്മുടെ കർത്താവ് ഇരിക്കുന്നത് സ്വർഗത്തിലാണ്, പിതാവിൻ്റെ വലത്ത് ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്രിസ്തു ഭക്തനെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരു ദിവസം നേരത്തെ കർത്താവിൻ്റെ അരികിൽ എത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഉള്ളിൻ്റെ ആഗ്രഹം എന്താ? ഒരിക്കലും നരകത്തിൽ നാം പോകരുതെന്നാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ പാപം ചെയ്ത് നരകത്തിൽ പോകുമെന്ന് കണ്ടാൽ ആ പാപം പ്രവർത്തിക്കും മുൻപ് മരണം നമ്മുടെ അരികത്തണയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു ബുദ്ധി ഉപദേശമാണ്, ഈ ലോകത്തിൽ ഓരോ ദിനരാത്രങ്ങളും തള്ളി നീക്കുമ്പോൾ പാപം ചെയ്യാൻ ഒരുമ്പെടരുത്. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. അതൊരു ക്രിസ്തു ഭക്തനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഏറ്റവും മനസ്സലിപ്പിക്കുന്നൊരു ഓർമ്മപ്പെടുത്തല, നിന്റെ കണ്ണ് അനർത്ഥം കാണുകയില്ല, നിന്നെ ഞാൻ നരകത്തിന് കൊടുക്കുകയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നരകത്തിൽ പോകുന്നതിന് മുൻപ് മരണം നിന്നെ തേടി വരും. അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പല സഹോദരങ്ങളും നമ്മുടെ മാതാപിതാക്കളും നമ്മോടൊപ്പമുണ്ടായിരുന്ന ചിലരുടെയൊക്കെ മരണങ്ങൾ നല്ല ഭക്തിയോടെ ജീവിച്ചപ്പോൾ അവരെ തേടി വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു നൊമ്പരമുയർത്തി. ദൈവം എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു? മറുപടിയാണ്, നരകത്തിൽ പോകാതിരിക്കാൻ. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരളലിപ്പിക്കുന്ന കാരുണ്യത്തിൻ്റെ ഇടപെടലാണ്, മഹാദയയുടെ ഇടപെടലാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന ആശയമുണ്ടെങ്കിൽ നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നമ്മുടെ ചിന്തകളിൽ പാപം വരരുത്, നമ്മുടെ പ്രവൃത്തിയിൽ പാപം വരരുത്, നമ്മുടെ ഇടപാടുകളിൽ പാപത്തിൻ്റെ ധ്വനി ഉയരരുത്. അങ്ങനെ വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമെങ്കിൽ ഉറപ്പാണ് നമ്മോട് ബന്ധപ്പെട്ട് ഇവിടെ ഇനിയും ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. അതല്ല എങ്കിൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവൻ നമ്മോട് പറഞ്ഞ ഏറ്റവും വലിയ വാഗ്ദത്തം നിത്യതയാണ്. അവിടെ നമ്മെ കൊണ്ടെത്തിക്കാൻ സദാ ജാഗരൂകനായി നമ്മെ ശ്രദ്ധിക്കുമ്പോൾ മറക്കാതെ
ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നിന്റെ കണ്ണ് അനർത്ഥം കാണുകയില്ല. അതെ, നരകത്തിൽ നിന്നെ വിടില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരം, എൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ഞാൻ നിനക്ക് വേണ്ടി ജീവൻ തന്നു. ഇനി നിന്നെ ഞാൻ നരകത്തിന് കൊടുക്കില്ല. പകരം നിന്നെ ഞാൻ എന്നോടുകൂടെ ഇരുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ നിന്നെ നോക്കുന്നുണ്ട്. നിന്റെ വഴി, നിന്റെ ഹിതം, നിന്റെ പ്ലാൻ, നിന്റെ പദ്ധതികളിലെല്ലാം എൻ്റെ കണ്ണുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ ഒന്ന് ഒരുക്കാം, നമുക്ക് നമ്മെ ഒന്നുകൂടെ മെരിക്കാം, നമുക്ക് നമ്മെ കർത്താവിൻ്റെ ഹിതപ്രകാരം ഒന്ന് മോഡിഫൈ ചെയ്യാം. അതിനായി സർവശക്തൻ നമ്മിൽ ഇടപെടുന്നൊരു ഇടപെടലാണ് ഈ സന്ദേശം. നിന്റെ കണ്ണ് അനർത്ഥം കാണുകയില്ല. അതെ, നരകവും മരണവും രണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ശാരീരിക മരണം എന്നതാണ് ഭയാനകം. പക്ഷേ ഇവിടെ ദൈവം പറയുന്നത് അനർത്ഥം, നിത്യനരകം എന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ രണ്ടാം മരണം, നിത്യമരണം. അപ്പോൾ ഒരു ആത്മീയന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നിന്റെ കണ്ണ് അനർത്ഥം കാണുകയില്ല. യോശിയാവിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്കൊന്നൊന്ന് മനസ്സിലാക്കണം. അനർത്ഥം കാണാത്ത കണ്ണ്, എങ്ങനെ നമുക്ക് അനർത്ഥത്തിൽ നിന്നൊഴിയാം? അതിന് യോശിയാവിൻ്റെ ചരിത്രത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നമുക്കൊരുമിച്ച് ധ്യാനിച്ച് നമുക്കും അത്തരത്തിൽ ദൈവഹിതപ്രകാരം നരകമൊഴിഞ്ഞ് ഇവിടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 2 ദിനവൃത്താന്തങ്ങൾ 34 അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഇങ്ങനെയാണ്. 2 ദിനവൃത്താന്തം 34:3. അവൻ്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവൻ്റെ യൗവനത്തിൽ തന്നെ അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങി. 12-ാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദയെയും യെരുശലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി. ഇവിടെ വ്യക്തമായി യോശിയാവിനെ കുറിച്ച് പറയുന്ന വാക്ക്, ദാവീദിൻ്റെ ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങി. അപ്പോൾ താൻ അന്വേഷിച്ചു തുടങ്ങി. എന്തന്വേഷിച്ചു തുടങ്ങി? ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെയാണ് ഒരുവൻ അനർത്ഥം ഒഴിവാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ദൈവത്തെ അന്വേഷിക്കുക. വേദപുസ്തകം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ദൈവമില്ല എന്ന് മൂഢൻ പറയുന്നു. അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നത് ദൈവമില്ലെന്നാണ്. ഇന്നൊരുപാട് യുക്തിവാദം ജീവിതത്തിൽ വലിയ ദർശനമാക്കി പ്രാപിച്ചവരൊക്കെ ഇവിടെ ജീവിക്കുന്നത് ദൈവമില്ലായ്മയുടെ അടിസ്ഥാനത്തിലാണ്. ദൈവമില്ലായ്മ അവർ വലിയ അഭിമാനമായി കൊണ്ടു നടക്കുമ്പോൾ ദൈവമില്ല എന്ന് പറയുന്നവരെ വേദപുസ്തകം വിളിക്കുന്നത് മൂഢനെന്നാണ്. അവനാണ് ലോകത്തിൽ ഏറ്റവും പമ്പര വിഡ്ഢി. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അവൻ പറയുന്നു എല്ലാം ഉളവായി വന്നു എന്ന്, സകലവും ഉളവായി വന്നു എന്ന് പറയുമ്പോൾ പരിണാമ സിദ്ധാന്തത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഡാർവിൻ കണ്ടെത്തിയ പരിണാമത്തെ ഇന്നും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനം. പക്ഷേ ഡാർവിൻ്റെ ജീവിതാവസാനത്തെക്കുറിച്ച് ചരിത്രകാരന്മാരുടെ ഭാഷ ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും പിശാചിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏകചിന്ത പരിണാമ സിദ്ധാന്തമെന്ന് പറഞ്ഞ് അവസാനിച്ചു എന്ന് പറയപ്പെടുമ്പോൾ നാം അറിയേണ്ടത്, ദൈവമില്ല എന്ന് പറയുന്നവനെ വേദപുസ്തകം മൂഢനെന്ന് വിളിക്കുമ്പോൾ ഈ ഉലകിലൊന്നും സ്വയമായി ഉളവായതല്ല. ഇതിൻ്റെ പിന്നിൽ കൃത്യമായി ഒരുവൻ്റെ കരമുണ്ട്. കാരണം നാം കാണുന്ന എല്ലാത്തിൻ്റെ പിന്നിൽ കൃത്യമായ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സംവിധായകനുണ്ട്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായി ഇതിൻ്റെ പിന്നിലൊരു പ്രൊഡ്യൂസറുണ്ട്. കാരണം എന്താ? ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പിന്നിലും അങ്ങനൊരു കരമുണ്ടെന്നുള്ളത് ഉറപ്പല്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെയാണെങ്കിൽ ഇത്ര മനോഹരമായി പ്രപഞ്ചം 17 സെൻറ്റിഗ്രേഡ് ആവറേജ് ചൂടും തണുപ്പും നൽകിക്കൊണ്ട് 23 ഡിഗ്രി ചരിഞ്ഞു നിന്ന് 1500 മൈൽ വേഗത്തിൽ അതിവേഗതയിൽ ദ്രുതഗതിയിൽ കറങ്ങിപ്പോകുമ്പോൾ ഇതിൻ്റെ പിൻപിൽ സ്വയമേ ഈ പ്രപഞ്ചം നിന്നതാണോ? അല്ല. ഇതിൻ്റെ പിൻപിൽ കൃത്യമായി ഇതിനെ പ്ലാൻ ചെയ്യുന്ന ഒരുവനുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ കണ്ടെത്തുന്നതാണ് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യം. അതാ വേദപുസ്തകം പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ, അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല.
വേദപുസ്തകത്തിൽ കർത്താവായ യേശുനാഥൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഫിലിപ്പോസ് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, അത് മതി. കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, അത് മതി ഞങ്ങൾക്ക്. ആ വാക്കിലെല്ലാമില്ലേ, പിതാവിനെ, സ്വർഗസ്ഥനായ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അത് കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയുന്നതാണ് ഭാഗ്യം. അതുകൊണ്ട് ജീവിത വഴിത്താരയിൽ ലോകത്തിലൊന്നും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും കർത്താവുമായി നിൻ്റെ ജീവിതത്തിന് ഒരു ബന്ധമുണ്ടോ, നിൻ്റെ ജീവിതം മാറി മറിയും. അതുകൊണ്ട് പല വഴി തേടി അലഞ്ഞു, പല വഴികളിലൂടെ സഞ്ചരിച്ചു, പല വഴികളിലൂടെ സഞ്ചരിച്ചിട്ടും നിരാശ മാത്രമാണ് ബാക്കി. പല വഴികളിലൂടെ സഞ്ചരിച്ചിട്ടും ജീവിതത്തിൽ ലഭ്യമായത് മുഴുവനും ദുഃഖവും ദുരിതവുമാണ്. പല വഴിക്കൂടെ നേട്ടത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും എല്ലാം പരാജയമാണ്. പല വഴിക്കൂടെ രക്ഷയ്ക്ക് വേണ്ടി അലഞ്ഞു, മോക്ഷത്തിന് വേണ്ടി അലഞ്ഞു, ലഭിച്ചതെല്ലാം ദുഃഖവും നിരാശയുമാണെങ്കിൽ അതിനപ്പുറത്ത് ഒരാലോചന ഇന്ന് പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്. കണ്ടെത്തേണ്ടവനെ നീ അന്വേഷിച്ച് കണ്ടെത്തുക. ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ അവിടെയാണ് നിൻ്റെ ജീവിതം വഴിതിരിയുന്നത്. യേശുവിനെ കണ്ടെത്തുന്നതോടെ, യേശു ജീവിതത്തിൽ വരുന്നതോടെ ഒരുവൻ്റെ ജീവിതം വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. ഒരുവൻ്റെ ജീവിതം മാറി മറിയുന്നത് യേശുവുമായുള്ള എൻകൗണ്ടർ സംഭവിക്കുമ്പോഴാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ആർത്തലയ്ക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിനക്കൊരു രക്ഷ വേണം, വിടുതൽ വേണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ കുഞ്ഞെ, യേശുവുമായി ഒരു ബന്ധമുണ്ടാക്കുക, യേശുവിനെ കണ്ടെത്തുക. യേശു മാത്രമാണ് ദൈവം, യേശു മാത്രമാണ് ഏകരക്ഷകൻ, യേശു മാത്രമാണ് നിത്യതയും, യേശു മാത്രമാണ് സത്യതയും, യേശു മാത്രമാണ് അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായവൻ. അതുകൊണ്ട് യേശു മാത്രം ഈ ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, വേദപുസ്തകം മറ്റിതര മതഗ്രന്ഥങ്ങളിൽ നിന്ന് അതുല്യമായി നിൽക്കുന്നത്, വേദപുസ്തകം പ്രദർശിപ്പിക്കുന്ന ഏകരക്ഷകൻ നിസ്തുലനാണ്, മറ്റൊന്നിനോടും തുല്യ ചൊല്ലാനില്ലാത്തവൻ. എന്തുകൊണ്ട് യേശു നിസ്തുലനായി നിൽക്കുന്നു? വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 5 പ്രത്യേകതകൾ പ്രത്യക്ഷത്തിൽ ഒരു പാപിയോട് ബന്ധപ്പെട്ട് പാപവിമോചനം നടത്താൻ പ്രാപ്തനാണ്. അതുകൊണ്ടാണ് യേശു മാത്രം നിസ്തുലനാകുന്നു എന്ന് വേദപുസ്തകം പറയുന്നത്. യേശുവിൻ്റെ നിസ്തുലതയുടെ പ്രത്യേകത ഒന്ന്, യേശുവിൽ പാപമില്ല. ജനനം കൊണ്ട് പാപമില്ല, ശുശ്രൂഷ സംബന്ധിച്ച് പാപമില്ല, വളർച്ചയിൽ പാപമില്ല എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആകമാനം ഇടങ്ങളെ തേടി നമ്മളൊന്ന് വിശകലനം ചെയ്താൽ യേശുവിനെ അറിഞ്ഞ് കണ്ടെത്തിയ സകലരും ഒരുമിച്ച് പറയുന്നു, അവനിൽ പാപമില്ല. യേശുവിൻ്റെ പദ്ധതിയെ തകിടം മറിക്കാൻ പിശാചു വരുമ്പോൾ പിശാചു പറയുന്നു, നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, നീ പരിശുദ്ധൻ. ഇനി കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ നടക്കുമ്പോൾ കർത്താവ് തന്നെ ചോദിക്കും, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും? അവിടെയും ഉത്തരമില്ല. വീണ്ടും കർത്താവിനെ കാണിച്ചു കൊടുത്ത യൂദാ പറയുന്നു, അയ്യോ, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. ഇനി കർത്താവിൻ്റെ കഷ്ടത നേരിട്ട് കണ്ട ശതാധിപൻ പറയുന്നത്, ഇവൻ നീതിമാൻ, അത് വാസ്തവം തന്നെ. ഇനി കാൽവറിയിൽ കിടക്കുന്ന തസ്കരൻ പറയുകയാണ്, മരണത്തിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ മൊഴിവചനങ്ങൾ കേട്ടവൻ പറയുന്നു, ഇവൻ നീതിമാൻ, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഇത്ര കണ്ട് തെളിവുകൾ എവിടെയാണ്, ആർക്കാണ് മറ്റിതര ഭാഗങ്ങളിലുള്ളത്? അതുകൊണ്ട് പാപമില്ലാത്തവൻ യേശു, അതുകൊണ്ട് യേശു നിസ്തുലനാണ്. 2, യേശു നിസ്തുലനാകുന്നത് കൊണ്ട് പാപമില്ലാത്ത ഇടത്തു നിന്ന് വന്നവനാണ്. യോഹന്നാൻ 3:13 സ്വർഗത്തിൽ നിറങ്ങി വന്നവനായി യേശുവല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ നിറങ്ങി വന്നു എന്ന് പറയുമ്പോൾ ഏകൻ മാത്രം, അത് യേശു മാത്രമാണ്. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ ദൂതന്മാരൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് ചിന്ത വരും. ദൂതന്മാർ വന്നത് യേശു വന്ന ഇടത്തു നിന്നല്ല. അതെന്തുകൊണ്ട്? സ്വർഗം പ്രധാനമായും 3ആയി പഠിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗം, സ്വർഗാദി സ്വർഗം, അത്യുന്നത സ്വർഗമാണ്. സ്വർഗമെന്ന് പറയുന്നത് ആകാശമണ്ഡലമാണ്. അവിടെയാണ് നക്ഷത്രവ്യൂഹമുള്ളത്. അതിൻ്റെ മീതെയാണ് സ്വർഗാദി സ്വർഗം. അപ്പോൾ സ്വർഗമെന്ന് പറയുമ്പോൾ ആകാശമണ്ഡലം, അവിടെയാണ് നമ്മൾ കാണുന്നത് സാത്താൻ നിന്നു എന്ന പദമൊക്കെ. അടുത്തത് സ്വർഗാദി സ്വർഗമാണ്, നക്ഷത്രമണ്ഡലങ്ങൾക്ക് തൊട്ടുമീതെയാണ്. അവിടെയാണ് ദൂതന്മാരുടെ ആരാധനയുടെ കേന്ദ്രം. അവിടെയാണ് കെറൂബികൾ, അവിടെയാണ് സെറാഫികൾ. അതുകൊണ്ടാണ് പറയുന്നത്, അവരുടെ ആരാധന പോലും പിതാവാം ദൈവത്തെ കണ്ടിട്ടല്ല, പുത്രനായ തമ്പുരാനെ കണ്ടിട്ടല്ല, മുഖം മൂടി ആരാധിക്കുന്ന ആരാധക വൃന്ദമെല്ലാം സ്വർഗാദി സ്വർഗത്തിലാണ്. ഇനി അടുത്തതോ 3ആം സ്വർഗം, അഥവാ
അത്യുന്നത സ്വർഗം. അവിടെയാണ് പൗലോസ് പറയാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന പദം. അവിടെ നിന്നാണ് നാം അറിയേണ്ടത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഇരുന്നരുള്ള നീടയും അത്യുന്നത സ്വർഗമാണ്. അവിടെ നിന്ന് വന്ന ഏകൻ യേശു മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കയറിയതും യേശു മാത്രമാണ്. അതുകൊണ്ടാണ് യേശു നിസ്തുലനാകുന്നത്. അത് യേശു നിസ്തുലനാകുന്നത്. ഇനി മൂന്നാമത്, പാപിയുടെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുപ്പാൻ യേശു മാത്രമാണ് യോഗ്യൻ. കാരണം കർത്താവ് പറയുന്നു, പാപിയുടെ വീണ്ടെടുപ്പിൻ്റെ വില എത്രയാണ്? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് വില പ്രപഞ്ചത്തേക്കാൾ വരും, മുഴു ലോകത്തേക്കാൾ വിലയാണ് ഒരുവൻ്റെ ആത്മാവിനെങ്കിൽ ആ ആത്മാവിനെ നേടാൻ മുഴു ലോകത്തേക്കാൾ വില വേണം. അതുകൊണ്ട് ആർക്ക് ഈ ഉലകത്തിലുള്ള സകല മനുഷ്യരെ രക്ഷിക്കാൻ കഴിയും? അങ്ങനൊരു വിലയുള്ള വ്യക്തി വേണ്ടേ? കർത്താവ് തന്നെ പറയുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാൻ, അനേകർക്ക് ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മാനവകുലത്തിൻ്റെ ജീവൻ്റെ മറുവിലയായി ജീവൻ തന്നെ അർപ്പിച്ച് മാനവനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്ന ഏകമാർഗം യേശുവാണ്. പാപിയുടെ വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ യേശുവിനെ കൊണ്ടേ കഴിയുകയുള്ളൂ, യേശുവിനെ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് യേശു നിസ്തുലനാണ്. അടുത്തത്, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു സാക്ഷാൽ ദൈവമാണ്. എന്തുകൊണ്ട്? തീത്തോസ് പറഞ്ഞു, ഇതാ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. കൊലോസ്യ ലേഖനം പറയുന്നു, ദൈവമാര്? ദൈവം ആരെന്ന ചോദ്യത്തിന് ആ സൃഷ്ടിപ്പിൻ്റെ പങ്കാളി. സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം ചമയ്ക്കപ്പെട്ടു. അവനെ കൂടാതെ ഉലകിൽ ഒന്നും ഉളവായിട്ടില്ല. അതെ, ഈ പ്രപഞ്ചത്തിൽ സകലത്തിനും ആധാരമായ, സകലത്തിനും കാരണമായ മഹാദൈവം, നിത്യദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവത്തോടുള്ള സമത്വം വെടിഞ്ഞ് ഉലകത്തിലേക്ക് വന്നു എന്ന് പൗലോസ് പറയുന്നത്. ഓർക്കുക, യേശു മാത്രം നിസ്തുലനാണ്. യേശുവിനെ കുറിച്ച് വീണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് യേശുവിനെ നിസ്തുലനായി ചിത്രീകരിക്കുന്നു? യേശു മാത്രം ഏകരക്ഷാമാർഗം, യേശു മാത്രം ഏകദൈവം. കാരണം യേശുവാണ് സൃഷ്ടിപ്പിൻ്റെ കാരണഭൂതൻ. അതെ, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. സകലത്തിൻ്റെയും സൃഷ്ടിയുടെ കാരണഭൂതൻ കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ ഓർക്കുക, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ, വചനം ദൈവമായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ പാർത്തു. അതെ, ആ സൃഷ്ടിപ്പിൻ്റെ ശബ്ദമായി, ആദി സൃഷ്ടിപ്പിൻ്റെ കാരണഭൂതനായവൻ യേശു ക്രിസ്തു സൃഷ്ടിപ്പിൻ്റെ പ്രധാനി. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, യേശു മാത്രം നിസ്തുലൻ. ആ യേശുവിനെ കണ്ടെത്തുന്നിടത്താണ് ഒരുവൻ്റെ ജീവിതം മാറുന്നത്. പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന, കുഞ്ഞെ, പലയിടത്ത് പല വഴി പല വ്യക്തികളെ കണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന യേശുവുമായി ഒരു ബന്ധം നിൻ്റെ ജീവിതത്തിൽ ഇന്നുണ്ടാകുമെങ്കിൽ അവിടെ നിൻ്റെ ജീവിതത്തിൻ്റെ അല്ലൽ തീരും, അവിടെ നിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കും, അവിടെ നിൻ്റെ ജീവിത ഗതി മാറാൻ തുടങ്ങും. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച കുഞ്ഞെ, നിന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, നിൻ്റെ ജീവിതത്തിൽ യേശുവിനൊരിടം കൊടുക്ക്, നിൻ്റെ ജീവിതത്തിൽ യേശുവിന് പ്രവർത്തിക്കാൻ ഒരു അവസരം കൊടുക്ക്. യേശുവിൻ്റെ അരികിലേക്ക് ചെന്നവരാരും വെറുതെ പോയിട്ടില്ല. കുരുടനായി ചെന്നു, കാഴ്ചയോടാ മടങ്ങിയത്. ചെകിടനായി ചെന്നവൻ കേൾവിയോടാ മടങ്ങിയത്. മുടന്തി ചെന്നവൻ നൃത്തത്തോടാ മടങ്ങിയത്. ദുഃഖത്തോടെ ചെന്നവൻ ആശ്വാസത്തോടാ മടങ്ങിയത്. ഒറ്റപ്പെട്ട് ചെന്നവർ ചേർക്കപ്പെട്ടാ മടങ്ങിയത്. അനാഥർ ചെന്നതൊരു പിതാവിനെയും കൊണ്ടാ മടങ്ങിയത്. അതുകൊണ്ട് യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്ത്. അവൻ മാത്രം ഏകദൈവം, അവൻ മാത്രം ഏകരക്ഷാമാർഗം. അതുകൊണ്ട് കർത്താവുമായി ഒരു ബന്ധം നിനക്കുണ്ടായാൽ നിൻ്റെ പ്രശ്നങ്ങൾ അവിടെ തീരും. നിൻ്റെ ജീവിതത്തിനൊരു പുതിയ മാനം തരാൻ കർത്താവ് വിശ്വസ്തനാ. നിൻ്റെ കണ്ണ് അനർത്ഥം പിന്നീട് കാണുകയില്ല. ഇവിടെ വേദപുസ്തകം പറയുകയാണ്, യോശിയാവിൻ്റെ ജീവിതത്തിൻ്റെ 2-ാം ഭാഗം എന്തുകൊണ്ട് അനർത്ഥം കാണുന്നില്ല എന്ന് പറയുന്നു. അവിടെ അതേ വാക്യത്തിൽ തന്നെ പറയുന്ന വാക്ക് ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ. അവൻ നടക്കേണ്ടുന്ന വഴി കണ്ടെത്തി. 34-ന്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. അവൻ നടന്ന വഴി ദാവീദിൻ്റെ വഴിയിലാണ്. ഇവിടെ ദാവീദിൻ്റെ വഴിയെന്ന് എടുത്തെഴുതുമ്പോൾ അവിടെ ഒരു വലിയ ഗൗരവമേറിയ ചിന്തയുണ്ട്. സാധാരണ നടക്കേണ്ടത് യോശിയാവിൻ്റെ പിതാവായ ആമോൻ്റെ വഴി നോക്കി അതാ നടക്കേണ്ടത്. പക്ഷേ അത് താൻ തിരഞ്ഞെടുത്തില്ല.
വീണ്ടും തൻ്റെ പിതാവിൻ്റെ പിതാവായ മനശ്ശയുടെ വഴി അതും തിരഞ്ഞെടുത്തില്ല. അവൻ്റെ പിതാവായ ഹിസ്കിയാവിൻ്റെ വഴിയും തിരഞ്ഞെടുത്തില്ല. പകരം താൻ തൻ്റെ പരമ്പരകളിൽ താൻ അന്വേഷിക്കാൻ തുടങ്ങി. എന്താണെന്നറിയാമോ? ഏത് വഴിയിൽ ഞാൻ നടക്കണം, ആരുടെ വഴിയിൽ നടക്കണം. ഇവിടെയാണ് തൻ്റെ അന്വേഷണത്തിൻ്റെ വ്യഗ്രത നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ പരമ്പരയെ പിൻപിലേക്ക് നോക്കിയാൽ അവരുടെ വഴികളുടെ എല്ലാം അവസാനം അത് മരണവഴിയാണ്. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. പലപ്പോഴും നമ്മുടെ വഴികളെന്ന് പറയുന്നത് അവർ നടന്നത്, നമ്മുടെ മാതാപിതാക്കൾ നടന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവർ നടന്നത്. എന്നാൽ ഇങ്ങനെയുള്ള വഴികളെ തേടി നടന്ന് പലരും പരാജയപ്പെടുക, പലരും അവസാനിക്കുക, പലരും നല്ലതെന്ന് തോന്നി സ്വയമേ തിരഞ്ഞെടുത്ത വഴികളുണ്ട്. ആ വഴികളിലൂടെ നടന്നിട്ട് ജീവിതം ഏറ്റവും കയ്പിലെത്തി നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്. പലപ്പോഴും നമ്മുടെ വഴികൾക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ചിന്തകൾക്കും പരിമിതിയുണ്ട്. മനുഷ്യൻ്റെ ചിന്തകളെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന വാക്ക് മനുഷ്യൻ്റെ ബുദ്ധിയും ദൈവത്തിൻ്റെ ബുദ്ധിയും. മനുഷ്യൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ ഭോഷത്വമാണ്. ദൈവത്തിൻ്റെ ഭോഷത്വമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജ്ഞാനത്തിന് മീതെയാണ്. അപ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യന് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻപിൽ ഭോഷത്വമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ മീതെയാണ്. അപ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ ഭോഷത്വം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ജ്ഞാനമാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ജ്ഞാനം ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്ന, നമ്മൾ അഭിമാനത്തോടെ ലോകം പറയാൻ പോകുന്ന ഏറ്റവും വലിയത് എയുടെ കാലമാണ്. ഇനി ആ എയുടെ കാലത്ത് ഇനി സംഭവിക്കാൻ പോകുന്ന അടുത്ത കാര്യമെന്ന് പറയുന്നത് ആളില്ലാത്ത വലിയ സ്പേസിലേക്ക് മനുഷ്യൻ്റെ യാത്ര സുഗമമാകാൻ പോവുകയാണ്. ആളില്ലാത്ത ഒരുപാട് പേടകങ്ങൾ ഇനിയും നിയന്ത്രിക്കാൻ ആളില്ലാതെ എയാൽ നിയന്ത്രിക്കപ്പെട്ട് മനുഷ്യന് സ്വൈര്യവിഹാരം നടത്തുന്ന തരത്തിലേക്ക് ശാസ്ത്രം വികാസം പ്രാപിക്കുക. ഒരുപാട് നമ്മൾ ഈ കാലഘട്ടത്തിൽ അഭിമാനകരമായ നിമിഷം നമുക്ക് സയൻസിനോട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. പക്ഷെ നമ്മൾ വിസ്മരിക്കാതെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ അഭിമാനകരമായി ഓർത്തു പറയുന്ന കാര്യമാണ്. അതിലേറ്റവും വലുതാണ് സ്പേസ്. ഇനി സ്പേസ് പാർക്കുകൾ, സ്പേസ് സെൻ്ററുകൾ, സ്പേസ് ഹോട്ടലുകൾ ഇതെല്ലാം ഉണ്ടാകാൻ പോകുകയാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ജ്ഞാനമാണ്. പക്ഷേ വേദപുസ്തകം പറയുന്നത് നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും. അതായത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ജ്ഞാനം ദൈവത്തിൻ്റെ ഭോഷത്വത്തിനേക്കാൾ താഴെയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴിയെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജ്ഞാനത്തിനപ്പുറത്താണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം. വേദപുസ്തകം പറയുന്ന കാര്യം എന്താണ്? നടക്കേണ്ട വഴി യോശിയാവ് കണ്ടെത്തിയെന്ന് പറയുമ്പോൾ യോശിയാവ് ജനിക്കും മുൻപ് യോശിയാവിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ അവൻ നടക്കേണ്ടെന്ന വഴി ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ ഭാഷ ദൈവഹിതം സംബന്ധിച്ച് നിങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരാകണം. ഓരോ ആത്മീയനും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവനാകണം. കുഞ്ഞെ, നീ ജനിച്ചത് നിൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടം കൊണ്ടല്ല, നിൻ്റെ കഴിവോ മിടുക്കോ പ്രാപ്തിയോ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടത് കൊണ്ടുമല്ല. അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിന് നിന്നെക്കുറിച്ച് കൃത്യമായ ഒരു പ്രീ പ്ലാനിംഗ് ഉണ്ട്. ആ പ്ലാൻ പ്രകാരമാണ് നീ ജനിച്ചതെങ്കിൽ നീ നടക്കേണ്ട വഴിയും അവൻ്റെ പദ്ധതിയിലുണ്ട്. പക്ഷേ അത് കണ്ടെത്തേണ്ട ബാധ്യത നിനക്കാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഏറ്റവും നല്ല പദ്ധതിയാണ്. അതാണ് റോമാലേഖനം 12 പറയുന്നത്. ദൈവഹിതത്തിൻ്റെ 3 വിശേഷത. ഒന്ന്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളത്. അത് നന്മയാണ്. ദൈവമൊരുക്കുന്ന ആ ഹിതം, ആ വഴി നന്മയാണ്. 2, ആ വഴിയുടെ പ്രത്യേകത അത് പെർഫെക്റ്റാണ്, പൂർണ്ണമാണ്. അതിൽ അപൂർണതകളില്ല, പൂർണ്ണമാണ് ആ വഴി. 3, അത് നന്മയാണ്, പൂർണ്ണമാണ്. അത് ജീവിതത്തിൽ ഏറ്റവും നല്ലതായി നിനക്ക് അനുഭവിക്കാൻ കഴിയുന്ന ദൈവത്തിന് പ്രസാദകരമായ വഴി. നിനക്കും അത് പ്രസാദകരമാകുന്നതാണ്. അപ്പം നന്മയാണ്, പൂർണ്ണമാണ്, പ്രസാദമാണ്. നിനക്ക് സംതൃപ്തി നൽകുന്നതായിരിക്കും. നിനക്കത് ഏറ്റവും
ഏറ്റവും നന്നായി മറ്റൊന്ന് ചിന്തിക്കേണ്ടി വരില്ല. അത്ര പെർഫെക്റ്റ് ആണത്. മാത്രമല്ല അതിൽ കാത്തിരിക്കുന്നത് നന്മയാണ്. അങ്ങനൊരു വഴി കണ്ടെത്താൻ നിനക്ക് കഴിയണം. അതെങ്ങനെ കണ്ടെത്താൻ പറ്റും? അതിനാണ് പരിശുദ്ധാത്മാവ് നിന്നെ ക്ഷണിക്കുന്നത്. ഈ ആത്മമാരിയുടെ ദിനങ്ങളെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുമായി നീ ഒന്ന് ചേർന്നിരുന്നിട്ട് അന്വേഷിക്കേണ്ടത് ഏത് വഴിയെ ഞാൻ പോകണം, എന്തിന് അനർത്ഥം ഒഴിവാക്കി പോകാൻ ഞാൻ ഏത് വഴിയെ പോകണമെന്ന് നീ ദൈവത്തിൻ്റെ ആത്മാവുമായി ചേർന്ന് അന്വേഷിക്കാൻ ഈ കൂടിവരവിൽ ആത്മാവ് പ്രവചിക്കുമ്പോൾ ഒന്ന് സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുമോ? പരിശുദ്ധാത്മാവേ, ഞാൻ പോകേണ്ട വഴി എനിക്കൊന്ന് കാണിച്ചു തരണമേ, ദൃഷ്ടി വെച്ച് എനിക്കൊരാലോചന പറഞ്ഞു തരണേ. നിനക്കൊരു മെൻറ്ററില്ലായിരിക്കും, നിനക്കൊരു ഗൈഡില്ലായിരിക്കും, നിനക്ക് നല്ലൊരു കൗൺസിലറിൽ ഇല്ലായിരിക്കും. പക്ഷെ അതെല്ലാം കർത്താവിൻ്റെ ആത്മാവ് നിൻ്റെ കൂടിരുന്ന് ചെയ്തു തരും കേട്ടോ. ഇവിടെ അതിൻ്റെ ഗൗരവമായ ഭാഗം ഇരമ്യാ പ്രവചനം 16:16 ഒരു വാക്കുണ്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അപ്പോൾ അനർത്ഥം ഒഴിവാക്കാൻ ഒരുവൻ വഴി കണ്ടെത്തേണ്ട രീതി പറഞ്ഞിരിക്കുക. അതായത് നിങ്ങൾ വഴികളിൽ ചെല്ലണം, നല്ല വഴി ഏതെന്ന് നോക്കണം. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഒരു ആത്മീകൻ ദൈവത്തിൻ്റെ വഴി കണ്ടെത്തേണ്ടത് നിൻ്റെ വഴികളും ദൈവത്തിൻ്റെ വഴികളും തിരിച്ചറിയാൻ നീ നിൻ്റെ ആഗ്രഹത്തെ ദൈവകരത്തിലേക്ക് കൊടുക്കുക, നിൻ്റെ ഇഷ്ടത്തെ ദൈവകരത്തിൽ കൊടുക്ക്, നിൻ്റെ പ്ലാനിങ് ദൈവകരത്തിൽ കൊടുക്ക്. എന്നിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നിൻ്റെ വഴി എനിക്കൊന്ന് കാണിക്കണം. എങ്ങനെ കാണിക്കണം? അവിടെയാണ് ഒരുവനിൽ ഉപവാസത്തിൻ്റെ പ്രാധാന്യത, ഒരുവന് പ്രാർത്ഥനയുടെ പ്രാധാന്യത, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം അവിടെയാണ് വേണ്ടത്. എന്താണ്? എന്തിന് പോകണം, ഏതെടുത്ത് പഠിക്കണം, ഏത് വിവാഹം കഴിക്കണം, ആരെ ചോസ് ചെയ്യണം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമാണ്. ആ സമയത്താണ് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ഹൃദയം ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങുക, ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങുക, ദൈവസന്നിധി കരയാൻ തുടങ്ങുക. അങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞ് ദൈവസന്നിധിയോടെ ചേർന്നിരിക്കുമ്പോൾ ദൈവം കൃത്യമായി അത് നിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കും. അത് പ്രകാശിപ്പിക്കുന്നതിന് മുൻപ് നിൻ്റെ വഴി ദൈവസന്നിധിയിൽ ഇറക്കി വെക്കണം. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന അപജയം, നമ്മൾ ഇറക്കി വെക്കുന്നു, പക്ഷേ അത് തന്നെ നമ്മൾ തിരിച്ചെടുക്കുന്നു. അതല്ല, ദൈവത്തിൻ്റെ വഴി കണ്ടെത്താൻ പ്രാർത്ഥനാ മുറിയിലേക്കൊന്ന് കയറുക, നിലവിളിയോടെ ചേർന്നിരിക്കുക. നിനക്ക് വേണ്ടി ദൈവം കൃത്യമായ വഴി നിനക്ക് വെളിപ്പെടുത്തി തരും. ആ വഴികളിൽ ചെന്ന് പ്രാർത്ഥന പുരസ്സരം ഇരിക്കുമ്പോൾ യാന്ത്രികമായി നിൻ്റെ ജീവിതഗതിയിൽ നിയോഗങ്ങൾ കൊണ്ട് നിന്നെ അവിടേക്ക് എത്തിക്കും. അത് വ്യക്തമായി തിരിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ വഴിയും പിശാചിൻ്റെ വഴിയും. അത് തിരിച്ചറിയാൻ പ്രാർത്ഥന അനിവാര്യമാണ്. ഇനി ദൈവത്തിൻ്റെ വഴി എങ്ങനെ തിരിച്ചറിയാം? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ആത്മീയത്തിന് കോട്ടം വരാത്ത വഴിയാ ദൈവത്തിൻ്റെ വഴി. ദൈവത്തിൻ്റെ വഴി എന്താ? പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാത്ത വഴിയാ ദൈവത്തിൻ്റെ വഴി. ദൈവത്തിൻ്റെ വഴി എന്താ? ദൈവഹിതം അന്വേഷിക്കുന്നതാ ദൈവത്തിൻ്റെ വഴി. എന്താ ദൈവത്തിൻ്റെ വഴി? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം ഓടാൻ കഴിയുന്നതാ ദൈവത്തിൻ്റെ വഴി. ആ വഴിയിലേക്ക് ഒരുവൻ എത്തണമെങ്കിൽ അവൻ ദൈവത്തെ അന്വേഷിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നതോടെ അവൻ്റെ വഴികളെ നേരെയാക്കാൻ ദൈവം വിശ്വസ്തനാണ്. അതെ, നിൻ്റെ പാതകളെ നേരെയാക്കാൻ പ്രാപ്തനായവൻ നിൻ്റെ കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് നിൻ്റെ വഴിയിൽ ഒരുപാട് പ്രശ്നങ്ങളും കേടുമൊക്കെയാണ്. ഇനി എങ്ങനെയെന്ന ചോദ്യമാണ്. ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റി, എടുത്ത തീരുമാനം പാളിപ്പോയി, ഇനി എനിക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇന്ന് നീ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക, ഒന്ന് നിലവിളിക്ക്, കരയ് കർത്താവിൻ്റെ മുൻപിൽ. അപ്പം അബദ്ധം പറ്റിപ്പോയി, പിണഞ്ഞുപോയി, എടുത്ത തീരുമാനം ഒന്ന് പിഴച്ചു, ഒന്ന് പ്രാർത്ഥിച്ച് അത് ദൈവകരത്തിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ പാതയെ നേരെയാക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. നിൻ്റെ ജീവിതത്തിലെടുത്ത തീരുമാനം നിമിത്തം പിഴച്ചതിൻ്റെ പേരിൽ ഉള്ളം നൊന്തും നിരാശയുടെ കയത്തിലാണ്ട് തോറ്റു, ഇനിയില്ല എന്ന് നിരാശ പറയരുത്. പകരം പ്രാർത്ഥനയിലേക്കൊന്ന് ചേർന്നിരിക്കെ നിൻ്റെ പാതയുടെ കേട് തീർത്ത് നേരെയാക്കാൻ അവൻ വിശ്വസ്തനാണ്. ആ നേരെയാക്കുന്ന പാതയിലൂടെ അവൻ നിന്നോടൊപ്പം വരും. ഓർക്കുക, ദൈവത്തോടൊപ്പം നടക്കാൻ കഴിയട്ടെ. അത് ഈ പാതയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട്
ദൈവഹിതം കണ്ടെത്തുന്നിടത്താണ് ഒരുവൻ്റെ ജീവിതം വിജയിക്കുന്നത്. അതുകൊണ്ട് ദൈവഹിതത്തിലേക്ക് ചുവട് വെക്കാൻ തയ്യാറാണോ, ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഒരുവൻ എത്തുന്നത് എപ്പോഴാണോ അപ്പോഴാണ് അവൻ വിജയിക്കുന്നത്. അതേ കുഞ്ഞെ, മോശ സ്വന്തം വഴിയിൽ തോറ്റവനാ, പക്ഷെ ദൈവത്തിൻ്റെ വഴിയിൽ ജയമായിരുന്നു. പത്രോസ് സ്വന്തം വഴിയിൽ പരാജയപ്പെട്ടവനാ, പക്ഷെ ദൈവത്തിൻ്റെ വഴിയിൽ വിജയിച്ചവനാ. അതുകൊണ്ട് ഒന്നോർക്കണം, നിന്റെ വഴിയിൽ തോൽവിയായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ വഴിയിൽ നിനക്കൊരു വിജയമുണ്ട്. തോറ്റ വഴികളെ നോക്കി നിരാശപ്പെടാതെ നീ ആ ട്രാക്കൊന്ന് മാറിക്കൂ, ദൈവത്തിൻ്റെ വഴി കണ്ടെത്തി കയറിക്കൂ. നിനക്കൊരു ജയമുണ്ട്, നിനക്കൊരാശ്വാസമുണ്ട്. നീ പരാജയപ്പെടില്ല. ഏതെല്ലാം എതിർപ്പുകൾ തലപൊക്കിയാലും നിന്നെ വിട്ടുകളയാതെ ചേർത്ത് പിടിക്കുന്നവൻ നിന്നോട് ഇടപെടുന്നത് അനർത്ഥം ഒഴിവാക്കും. ഞാൻ നിന്റെ കൂടിരിക്കും. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്, അനർത്ഥം ഒഴിവാക്കാൻ ദൈവഹിതത്തിൻ്റെ വഴിയെ കണ്ടെത്തുക. തിരുവെഴുത്തിൽ യോശിയാവിനോട് ബന്ധപ്പെട്ട് അനർത്ഥം ഒഴിവാകാൻ കാരണം, മൂന്നാമത്തെ കാര്യം, 2 ദിനവൃത്താന്തം 34:2 തന്നെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഇവിടെയാണ് യോശിയാവിൻ്റെ ജീവിതത്തെ ഓർഡർ ചെയ്യുക. 1, ദൈവത്തെ അന്വേഷിച്ചു. 2, നടക്കേണ്ട വഴി കൃത്യമായി കണ്ടെത്തി. അതും തൻ്റെ പിതാക്കന്മാരുടെ വഴിയല്ല, ദാവീദിൻ്റെ വഴിയാണ്. അന്വേഷിച്ചപ്പോൾ കൃത്യമായി കണ്ടെത്തി. പിതാക്കന്മാരുടെ വഴിക്കപ്പുറത്ത് ദാവീദ് എന്ന എൻ്റെ പിതാവ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്ന പേര് ലഭിച്ചവൻ, അവൻ നടന്ന വഴി. എന്നിട്ട് ഇവിടെ യോശിയാവ് തന്നെ വീണ്ടും ഡിസൈൻ ചെയ്യുകയാണ്, മോൾഡ് ചെയ്തെടുക്കുക. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് പ്രസാദകരമായത് ചെയ്യാൻ. അതായത് തൻ്റെ പിതാക്കന്മാരാരും ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടില്ല, പക്ഷെ താൻ തീരുമാനിച്ചു, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോകുകയാണ്. എൻ്റെ വാക്കുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോകുകയാണ്. ഒരു വലിയ ഗൗരവമുള്ള ഒരു തീരുമാനമാണ്. നമ്മൾ പലപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കാറുണ്ട്. മനുഷ്യനുമായുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ത്യാഗവും നാം ചെയ്യും. പലരെയും നമ്മുടെ സൗഹൃദ വലയത്തിൽ നിർത്താൻ വേണ്ടി അവർക്കിഷ്ടമുള്ള രീതിയിൽ നാം മാറാറുണ്ട്. ചില നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ ഏറ്റവും നല്ല, ഏറ്റവും വലിയ സൗഹൃദങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ചില ത്യാഗങ്ങൾ സഹിക്കാറുണ്ട്. അങ്ങനെ എത്രയെത്ര വ്യക്തികളാണ് ബന്ധം നശിക്കാതിരിക്കാൻ ത്യാഗപൂർണമായി ജീവിക്കുന്നത്. അങ്ങനെ ത്യാഗത്തോടെ ജീവിച്ച് ചിലത് വേണ്ടെന്ന് വെച്ചു, ചിലർക്ക് ഇഷ്ടമല്ലാത്ത വാക്ക് ഉപയോഗിക്കാതാകുന്നു. വസ്ത്രങ്ങൾ പോലും അപരന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മാറ്റുകയാണ്. അങ്ങനെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ മൂക്കിൽ ശ്വാസമുള്ളവനെ വിശ്വസിക്കരുത് എന്ന് വേദപുസ്തകം പറയുമ്പോൾ, ഈ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ പ്രതി അവൻ്റെ പ്രസാദം ലഭിക്കാൻ, അവന് വേണ്ടി ചിലതൊക്കെ മാറ്റിവെക്കാൻ, ഒഴിവാക്കാൻ, ആ ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ത്യാഗവും സഹിക്കാൻ നമുക്ക് തീരുമാനവും സന്നദ്ധതയുമുള്ളപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, വാക്കിനാൽ സർവ്വചരാചരങ്ങളെ ഉണ്ടാക്കിയ, ഉണ്ടാകട്ടെ എന്നുരുവിട്ടവൻ, ഈ ഭൂമിയിലെ പൊടിയ മുഴുവനും നാഴിക്കകത്ത് കൊള്ളിപ്പാൻ പ്രാപ്തനായ, സപ്തസാഗരങ്ങളിലെ വെള്ളത്തെ കൈക്കുമ്പിളിൽ കോരിയെടുക്കാൻ പ്രാപ്തനായ, അഖിലാണ്ട സൃഷ്ടാവായ, പരിപാലകനായ മഹാദൈവത്തെ നിന്നോടൊന്ന് അട്ടിപ്പിച്ചു നിർത്താൻ, ആ ബന്ധമൊന്ന് നഷ്ടപ്പെടാതിരിക്കാൻ, ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ചിലത് ഒഴിവാക്കാൻ എപ്പോൾ നീ തീരുമാനിക്കുന്നു, അവിടെ തുടങ്ങും നിന്റെ ജീവിത വിജയം. അതൊരു പ്രതിജ്ഞയാകണം. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമാകട്ടെ, എൻ്റെ ചിന്തകൾ ദൈവത്തിന് പ്രസാദമാകട്ടെ, എൻ്റെ ഇഷ്ടം ദൈവത്തിന് പ്രസാദമാകട്ടെ. ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചാലുള്ള ഗുണമെന്താണെന്ന് അറിയണ്ടേ? വചനം പറയുന്നത്, ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞെ, നിൻ്റെ ജീവിതം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതേ യൗവനക്കാര, മാതാവേ, പിതാവേ, നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തെ നീ ഒന്ന് മോഡിഫൈ ചെയ്ത് ദൈവത്തിന് പ്രസാദമുള്ള രീതിയിലൊന്ന് മാറ്റിക്കേ. അവിടെയാണ് നിന്റെ ഗമനം സ്ഥിരമാകും. അവൻ നിന്റെ വഴികളെ വിശാലപ്പെടുത്തും. നിന്നോടൊപ്പം അവൻ സഞ്ചരിക്കും. അവൻ നിനക്ക് വേണ്ടത് ഒരുക്കി തരും. അതെ മാതാപിതാക്കളെ, യൗവനക്കാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമുക്കിന്നെടുക്കേണ്ട തീരുമാനം, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോകുകയാണ്.
വാക്കുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഇടപാടുകൾ കൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോകുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോഴേ ഒരുപക്ഷെ ലോകം മാറിയെന്നിരിക്കും, പ്രിയപ്പെട്ടവർ മാറിയെന്നിരിക്കും, സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടെന്നിരിക്കും, കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന് വരും. പക്ഷേ ആരുമില്ലെങ്കിലും ആകാശം മാറിയാലും ചവിട്ടി നിൽക്കുന്ന ഭൂമി മാറിയാലും മാറാത്ത ഒരുവൻ നിൻ്റെ കൂടെ കാണും. അതുകൊണ്ട് ആരെല്ലാം മാറിയാലും നിരാശപ്പെടാതെ ദൈവത്തെ ചേർത്ത് നിർത്താൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക. ആബേലിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ താൻ മാറിയെന്നാണ്. ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നാണ്. നടന്നത് ദൈവത്തോട് കൂടെ, ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? ഹാനോക്കിന് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഹാനോക്കെടുത്ത ഒരു വലിയ തീരുമാനമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക. വളരെ ആഴമേറിയ ചിന്തയാണ്. ഒരുപറ്റം മാതാപിതാക്കൾ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയാം. നിങ്ങളോടാണ് ഈ ഓർമ്മപ്പെടുത്തൽ. ഹാനോക്കെടുത്ത ഉടമ്പടിയുടെ പിന്നിൽ ഒരു വലിയ അനുഗ്രഹമുണ്ട്. ഹാനോക്കെടുക്കുന്ന തീരുമാനം, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു, ദൈവത്തോട് കൂടെ നടക്കുക. ആ ഒരു തീരുമാനം എടുക്കുന്നത് തൻ്റെ 65-ാം വയസ്സിലാണ്. 65 വയസ്സുള്ളപ്പോൾ ഈ തീരുമാനമെടുത്ത് 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ 65-ാം വയസ്സിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുത്ത് ദൈവത്തിന് പ്രസാദമുള്ള 300 വർഷക്കാലം. അപ്പോൾ ചോദ്യമുണ്ട്, എന്തുകൊണ്ട് 65-ാം വയസ്സിൽ ആ തീരുമാനമെടുത്തു? ഒറ്റ മറുപടിയേ ഉള്ളൂ. 65-ാം വയസ്സിലാണ് തനിക്കൊരു മകനുണ്ടായത്. ആ മകൻ്റെ പേരാണ് മെതുശലേഹ്. അപ്പോൾ 65-ാം വയസ്സിൽ ആ മകനുണ്ടായപ്പോൾ ഹാനോക്കെടുത്ത ഉടമ്പടി, ഞാൻ ഇനി ദൈവത്തോടു കൂടെ നടക്കും, ദൈവത്തെ പ്രസാദിപ്പിക്കും. അപ്പോൾ ആ പിതാവ് എടുത്ത ഉടമ്പടി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അതൊരു നഷ്ടമാണോ എന്നൊരു ചിന്തയുണ്ടാകും. ലാഭമാത്. കാരണം ആ ഹാനോക്കെടുക്കുന്ന ഒറ്റ ഉടമ്പടി ഉണ്ടല്ലോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, അത് അവനിൽ മാത്രം നിൽക്കുന്നില്ല. വേദപുസ്തകത്തിൽ ഏറ്റവും അധികം വർഷം ജീവിച്ചിരുന്ന വ്യക്തിയായി മെതുശലേഹ് മാറാൻ കാരണം ഹാനോക്കെടുത്ത ഒറ്റ ഉടമ്പടിയാണെങ്കിൽ, മാതാപിതാക്കളെ, നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇന്ന് തീരുമാനമെടുത്താൽ ഇതിൻ്റെ മറുപടി നിൻ്റെ തലമുറ കൊയ്യും. നീ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വിതയ്ക്കുന്നത് നിൻ്റെ തലമുറ കൊയ്യും. നീ കരഞ്ഞു വിതച്ചത് നിൻ്റെ തലമുറ കൊയ്യും. നീ കരഞ്ഞ് ദൈവത്തോട് ചേർന്ന് വിതയ്ക്ക്. ഇതൊരു വിതയാണ്. ഇതിൻ്റെ പിന്നിൽ അമർത്തി കുലുക്കി നല്ല അളവ് പകരുന്നവൻ ആർപ്പിൻ്റെ കൊയ്ത്ത് നിൻ്റെ തലമുറയിൽ പകരും. അതുകൊണ്ട് നഷ്ടമല്ല, നിൻ്റെ കണ്ണ് അനർത്ഥം കാണത്തില്ല. അതെ, ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമുക്ക് പൂർണ്ണമായി ഒന്ന് മാറാം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ഓർഡർ ചെയ്യാം. നമ്മെക്കുറിച്ചും പറയട്ടെ, എനിക്ക് പ്രസാദമുള്ളവനാണ്, എനിക്ക് പ്രസാദമുള്ളവളാണ്. അങ്ങനൊരു വാക്ക് കേൾപ്പിക്കുവാൻ നമുക്കൊരുക്കപ്പെടാം. അവരെയാണ് ദൈവത്തിന് തലമുറയിൽ ആവശ്യം. അവരിലൂടെയാണ് ഈ കാലഘട്ടത്തെ മാറ്റിമറിക്കാൻ ദൈവം വലിയ അഭിഷേകത്തോട് ഉപയോഗിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ദൈവകരത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നിന്റെ കണ്ണ് അനർത്ഥം കാണുകയില്ല. അടുത്തത്, 4, എന്തുകൊണ്ട് യോശിയാവ് അനർത്ഥം കാണുകയില്ല? 2 ദിനവൃത്താന്തങ്ങൾ 2 രാജാക്കന്മാർ 22-13 വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ചെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ജനത്തിനും എല്ലാ യഹൂദയ്ക്കും വേണ്ടി യഹോവയോട് അരുളപ്പാടി ചോദിപ്പീൻ. നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കായിക കൊണ്ട് നമ്മുടെ നേരെ ജ്വലിച്ചിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്ന് കൽപ്പിച്ചു. ഇവിടെ താനൊരു പുസ്തകം വായിക്കുക, അത് പ്രമാണിക്കാൻ വേണ്ടിയാണ് വായിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഈ പുസ്തകം യഹോവയുടെ പുസ്തകം, ന്യായപ്രമാണ പുസ്തകം. താൻ അതെടുത്ത് വായിക്കുക. എന്തിനു വേണ്ടി? എവിടെയാ ക്രമീകരണം നടക്കേണ്ടത്? എന്തുകൊണ്ട് ദൈവം നമ്മുടെ പിതാക്കന്മാരോട് കോപിച്ചു? എന്തുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരെ പാതി വഴിയിൽ മുറിച്ചു മാറ്റി? എന്തുകൊണ്ട് ദൈവം അവർക്കെതിരെ തിരിഞ്ഞു? എന്തുകൊണ്ട് ജാതികളെ, രാജാക്കന്മാരെ അവർക്കെതിരെ എഴുന്നേൽപ്പിച്ചു? ഇങ്ങനെ കൃത്യമായ വിവരണങ്ങൾ ആ പുസ്തകത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമുക്കും
ദൈവത്തിൻ്റെ സന്നിധിയിൽ അനർത്ഥം ഒഴിവാകണമെങ്കിൽ ദൈവവചനവുമായി ഒരു ബന്ധം വേണം. ദൈവവചന ധ്യാനം ജീവിതത്തിൽ ശീലമാക്കണം. നിൻ്റെ ജീവിതത്തെ അടുത്ത ഘട്ടത്തിലേക്ക് പണിത് നിർത്താൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഓരോ ആത്മീയനും ജീവിതത്തിൽ എടുക്കേണ്ട ഏറ്റവും വലിയ ദൃഢപ്രതിജ്ഞ യഹോവയുടെ പുസ്തകം, ന്യായപ്രമാണം, ദൈവവചനവുമായി ഒരു ബന്ധം വേണം. ദൈവവചനത്തെ ജീവിതത്തിൽ ധ്യാനമാക്കുക. ദൈവവചനത്തെ വായിച്ചു വിടുന്ന വ്യക്തിയായിട്ടല്ല, ദൈവവചനത്തെ ധ്യാനിക്കുന്ന വ്യക്തിയാകുക. വായിച്ച വാക്യത്തെ ഹൃദയത്തിലേക്ക് കയറ്റിയിട്ട് 24 മണിക്കൂറും അതിങ്ങനെ ഉള്ളിലൂടെ ഉരുവിട്ട് ഒരു മാടയവറക്കുന്നത് പോലെ, ആടയവറക്കുന്നത് പോലെ ദൈവവചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അതെ, ആ ഒറ്റ വാക്കിലുണ്ട് എല്ലാ വിടുതലുകളും. ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന, ദൈവവചനത്തെ കണ്ടെത്തി ധ്യാനിക്കുന്നവനെ കുറിച്ചാണ് തിരുവചനം പറയുന്നത്. രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാ. അവൻ വാടത്തില്ല, അവൻ ക്ഷീണിക്കത്തില്ല, തക്ക കാലത്ത് അവന് ഫലമുണ്ട്. അതുകൊണ്ട് തന്നെ വേനലിനെ അവന് ഭയക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് നിൻ്റെ ജീവിതം, നീ നിൽക്കുന്നത് വേനലുള്ള സാഹചര്യത്തിലാണ്. പക്ഷേ നനവുള്ള തോട്ടം പോലെ, ആമേൻ, വേരോട്ടമുള്ളൊരു വൃക്ഷത്തെ പോലെ നിന്നെ ഉറപ്പിക്കാൻ, നിന്നെ നിലനിർത്താൻ, നിന്നെ മാനിക്കാൻ പ്രാപ്തനായ ദൈവത്തിൻ്റെ കൃത്യമായ അരുളപ്പാട്. അനുകൂല സാഹചര്യത്തിലല്ല ഒരു ഭക്തൻ വളരുന്നത്, പ്രതികൂലത്തിലാണ്. അനുകൂലമായ സാഹചര്യത്തിലൂടല്ല ഒരു ഭക്തനെ ദൈവം കൊണ്ടുപോകുന്നത്. അവൻ പന പോലെ തഴയ്ക്കും. സ്തോത്രം. ഈ പന പോലെ തഴയ്ക്കുന്നത് ആരാ? നീതിമാനാ. നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന വാക്ക് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതീവ ഗൗരവമായൊരു വാക്കാത്. ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന ആത്മീയൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാ. അതിൻ്റെ ഇല വാടത്തില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പെന്താണെന്നറിയാമോ? അവൻ വളരുന്നത് അനുകൂലമായ ഘടകങ്ങൾ കൊണ്ടല്ല. അതാണ് പന പോലെ തഴയ്ക്കും. ഇവിടെ പനയെന്ന് പറയുന്നത് ഈന്തപ്പനയാണ്. ഒരാത്മീയൻ ഈന്തപ്പന പോലെ തഴയ്ക്കുമെന്ന് പറയുമ്പോൾ എന്നെ ആത്മാവിൽ കാണുകയും പ്രാർത്ഥിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന, ദർശിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, വൈദേശിക മണ്ണിൽ അറബ് നാട്ടിലൊക്കെ കടന്നു പോയിട്ടുള്ളവർക്കും ചൂട് കൂടിയ സ്ഥലങ്ങളിലുള്ളവർക്കും അറിയാം ഈന്തപ്പനയുടെ പ്രത്യേകത. ഈന്തപ്പന മരുഭൂമിയിൽ 38 സെൻറ്റിഗ്രേഡ് ചൂട് പിന്നിടണം. ഇതൊന്ന് പൂക്കണമെങ്കിൽ അതൊരു 42 സെൻറ്റിഗ്രേഡ് ചൂട് കഴിയണം. ഇതൊന്ന് കായ്ക്കണമെങ്കിൽ അതൊരു 45 സെൻറ്റിഗ്രേഡ് ചൂട് കഴിയണം. ഒന്ന് വിളഞ്ഞു വരണമെങ്കിൽ അത് ഏകദേശം 50 സെൻറ്റിഗ്രേഡ് ചൂടിലേക്ക് എത്തുമ്പോഴാണ് അത് പഴുക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ചൂട് കൂടിയ സ്ഥലത്തെ ഈന്തപ്പഴത്തിന് വില കൂടുതലാണ്, സ്വാദ് കൂടുതലാണ്. ഇതാണ് വേദപുസ്തകം പറയുന്നത്, ഒരാത്മീയൻ പന പോലെ തഴയ്ക്കുമെന്ന്. എന്താ അറിയാമോ? ചൂട് കൂടുന്നതനുസരിച്ച് അവൻ കൂടുതൽ ഫലമുള്ളവനാകുക. കൂടുതൽ ചൂട് കൂടുമ്പോൾ അവനിൽ നല്ല ഫലങ്ങൾ പുറത്തു വരിക. കാരണം എന്താ? അവനെ നട്ടിരിക്കുന്നത് ആറ്റരികത്ത് മുളയ്ക്കുന്ന വൃക്ഷം പോലെയാണ്. നീരോട്ടമുള്ള തീരത്തിനരികെ ഒരു വൃക്ഷത്തെ പോലെയാണ് നിട്ടത്. ഒരുപക്ഷെ അവൻ മരുഭൂമിയിലാണെങ്കിലും അവനെ വളർത്തുന്നത് ദൈവമാണ്. അതുകൊണ്ടൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ഇന്ന് ദൈവവചനവുമായി ആഴമായ ബന്ധമുണ്ടോ? ദൈവവചന ധ്യാനം നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണോ? നീ തഴയ്ക്കുന്നത് പന പോലെയാണ്. നിനക്ക് നേരെ ആർത്തലയ്ക്കുന്ന ചൂടേറിയ പ്രതികൂലങ്ങൾ കണ്ട് ഇനി നീ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്, നിരാശയുടെ വാക്ക് പറയരുത്, പിറുപിറുപ്പ് പറയരുത്, അയ്യോ അങ്ങനെ വന്നല്ലോ എന്ന് പറയരുത്. അവർക്കൊക്കെ മഴയുണ്ട്, അവർക്കൊക്കെ തണുപ്പുണ്ട്, എനിക്കില്ലല്ലോ. അവർക്ക് മഴയും തണുപ്പുമാണ് വേണ്ടത്. പക്ഷെ നിനക്ക് വേണ്ടത് ചൂടാണ്. നിനക്ക് വേണ്ടത് ഏറ്റവും വലിയ ചൂടേറിയ സാഹചര്യമാണ്. അവിടെയാണ് നീ പഴുക്കുന്നത്. അതെ, അതുകൊണ്ട് ചുറ്റും നോക്കാതെ, അവരെ നോക്കാതെ, ഇവരുമായി കമ്പയർ ചെയ്യാതെ, അവർക്കൊക്കെ മഴ മതി, അവർക്കൊക്കെ മഞ്ഞ് മതി, പക്ഷെ നിനക്ക് വേണ്ടത് ചൂടാണ്. ചൂടിലാണ്
ഈന്തപ്പന പോലെ നീ തഴയ്ക്കും എന്നത് ദൈവത്തിൻ്റെ പ്രോമിസാണെങ്കിൽ അത് ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ വചനധ്യാനം ശീലമാകുമ്പോൾ, ആ വചനമകത്ത് കയറി കത്തിക്കാളുമ്പോൾ അനുകൂല ഘടകമില്ലെങ്കിലും ആത്മനദിയാൽ നീ തളിർക്കാൻ പോകുകയാ. ഇയ്യോബ് പറയുന്നൊരു പദമുണ്ട്, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാലും അതിൻ്റെ കൊമ്പ് അവൻ്റെ കുറ്റിമണിൽ കെട്ടുപോയാലും വേര് നിലത്ത് പഴകിയാലും അതിനെ വെട്ടിയാലും അത് പിന്നെയും കിളിർക്കും. കാരണം വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് തൈ പോലെ തളിരിടും. ഒരാത്മീകൻ തളിർക്കുന്നത് ലോകത്തിൻ്റെ ഏതെങ്കിലും അനുകൂല ഘടകങ്ങൾ കൊണ്ടല്ല, അവനെ തളിർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാം നദിയാണ്. ഒരാത്മീകനെ ഈ ഉലകത്തിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. ഒരാത്മീകൻ ഈ ലോകത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആത്മാവിൻ്റെ ഫലമാണ് നമ്മിൽ നിന്ന് പുറത്തു വരുന്നത്, അത് പരിശുദ്ധാത്മ സഹായത്താലാണ്. അതുകൊണ്ട് ഇന്ന് ആത്മാവിനെ ദർശിക്കുന്ന, പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന, ഉപവാസത്തോടെ ചേർന്ന് വരുന്ന ആത്മീകരെ നോക്കി പ്രവചിക്കുന്നത് ക്ഷീണിച്ചു പോകാതെ ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്ക്. പ്രശ്നങ്ങൾ വരുമ്പോൾ, നിരാശ വരുമ്പോൾ പലരോടും പറയാൻ പോകാതെ വേദപുസ്തകവുമായി ചേർന്നിരുന്നിട്ട് ഓലോല കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്ക്, എന്നോടൊന്ന് സംസാരിക്കണേ എന്ന്. എന്നിട്ട് ദൈവം ഇടപെടുന്ന വേദഭാഗം വായിച്ച് ആ ദൂത് പ്രാപിച്ചിട്ട് അത് വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങും. അവിടെ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി നീട്ടാൻ തുടങ്ങും. ആത്മാവ് ഇടപെടുന്നത് രോഗക്കിടക്കയിലാണോ? വചനം ധ്യാനിക്ക്. മരണാസന്നമായ അനുഭവത്തിലാണോ? വചനം ധ്യാനിക്ക്. എല്ലാ വഴിയും അടഞ്ഞാണോ? വചനം ധ്യാനിക്ക്. ഒറ്റയ്ക്കാണോ നിൽക്കുന്നത്? വചനം ധ്യാനിക്ക്. ആരുമില്ലെങ്കിലും നിന്നോട് ഇടപെടാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന, നിന്റെ പ്രശ്നങ്ങളെ മാറ്റാൻ കഴിയുന്ന, നിന്റെ പ്രതിസന്ധിയെ മാറ്റാൻ കഴിയുന്ന പരിശുദ്ധാത്മാവുമായി ആഴമായ ഒരു ബന്ധമുണ്ടാക്കേ. അവിടെ നീ തളിരിടാൻ പോകുകയാണ്. നിന്റെ കണ്ണ് അനർത്ഥം കാണുകയില്ല. നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ ദേശത്തെ അനർത്ഥം വിഴുങ്ങാൻ തലപൊക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്നിലൂടെ എനിക്ക് ആ സീസൺ ഒന്ന് ചേഞ്ച് ചെയ്യണം. നിന്നിലൂടെ അതിൽ എനിക്കൊരു അത്ഭുതം ചെയ്യണം. അതിന് നിന്നെയാണ് വേണ്ടത്. പരിശുദ്ധാത്മാവ് ഒരു യോശിയാവിനെ കണ്ടത് ഇതുവരെയുള്ള മാതാപിതാക്കൾ ചെയ്യാത്തത്, കാണാത്തത്, അനുഭവിക്കാത്തത് വ്യത്യസ്തമായൊരു സന്ദേശം തന്നെ കേൾപ്പിച്ചെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്നിലൂടെ കാലഘട്ടം മാറാൻ പോകുകയാണ്. ഇതുവരെ മറ്റാരും ചെയ്യാത്തത്, മറ്റാരും പറയാത്തത് നിന്നിലൂടെ പുറത്തു വരാൻ പോകുകയാണ്. യോശിയാവിൻ്റെ ചരിത്രം പഴയ നിയമത്തിൽ മുഴച്ചു നിൽക്കുന്നതിൻ്റെ കാരണം അവൻ കേട്ട ദൂത് മറ്റാരും കേൾക്കാത്തതാ. നിന്റെ കണ്ണ് അനർത്ഥം കാണുകയില്ല. പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് നീ വ്യത്യസ്തനാകാൻ പോകുകയാകട്ടോ. ഒരു വ്യത്യസ്തമായ പദ്ധതിക്ക് വേണ്ടിയാണ് കുഞ്ഞെ നിന്നെ വിളിച്ചത്. അഭിഷിക്ത, നിന്നെ വിളിച്ചത് വ്യത്യസ്തമായിട്ടാണ്. മറ്റാർക്കുമില്ലാത്ത പ്രതികൂലം, മറ്റാർക്കുമില്ലാത്ത പ്രതിസന്ധി നിന്നെ തകർക്കാനല്ല, വ്യത്യസ്തമായ ദൈവിക ഹിതമാണ് നിന്റെ മേലുള്ളത്. വ്യത്യസ്തമായ ദൈവം നിയോഗമാണ് നിന്റെ മേലുള്ളത്. അതുകൊണ്ട് മറ്റാർക്കുമില്ലാത്ത പ്രതിസന്ധി, മറ്റാർക്കുമില്ലാത്ത വേദന, മറ്റാർക്കുമില്ലാത്ത ഒറ്റപ്പെടൽ നീ മാത്രം അനുഭവിക്കുന്നെങ്കിൽ മറ്റാരോടും പറയാത്തൊരു ദൂത് ദൈവത്തിന് നിന്നോട് പറയാനുണ്ട്. മറ്റാരും കാണാത്ത ദർശനം നിനക്ക് തരാനുണ്ട്. മറ്റാരും പറയാത്തൊരു പ്രവചനം നിന്നെ ഏൽപ്പിക്കാനുണ്ട്. മറ്റാരും കാണാത്ത ദൈവിക വഴി നിനക്ക് വെളിപ്പെടുത്താനുണ്ട്. അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അതിനുവേണ്ടി ഒന്ന് സമർപ്പിക്കാൻ കഴിയുമോ? വചനം പറയുന്നത്, നിന്റെ കണ്ണ് അനർത്ഥം കാണുകയില്ല. നരകം ഒഴിയും നിന്റെ മുൻപിൽ. നിത്യതയ്ക്കു വേണ്ടി വിളിക്കപ്പെട്ട നിന്റെ മുൻപിൽ നരകത്തെ വരെ ഒഴിച്ചുവിടാൻ പ്രാപ്തനായവൻ, നരകമെന്ന അനർത്ഥത്തെ ഒഴിക്കാൻ അവൻ പ്രാപ്തനാണെങ്കിൽ ബാക്കിയെല്ലാം ചെറുതല്ലേ? നരകമെന്ന ഭീകര അനർത്ഥത്തെ ഒഴിവാക്കി തരാമെന്നൊരു ഉറപ്പ് പറഞ്ഞെങ്കിൽ ലോകത്തെ പേടിക്കണ്ട കേട്ടോ. ഇന്നത്തെ ആധി, ഇന്നത്തെ നിരാശപ്പെടാതെ ധൈര്യപ്പെട്. നരകമൊഴിച്ചവൻ അതിൽ ചെറുതല്ലേ ബാക്കി, അതെല്ലാം തരും. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ധൈര്യപ്പെടാം, ഉറയ്ക്കാം, കർത്താവിനോട് ചേർന്ന് നിൽക്കാം, അനർത്ഥത്തെ ഒഴിച്ച് മുൻപോട്ട് പോകാം. നമ്മുടെ കണ്ണ് അനർത്ഥം കാണത്തില്ല. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് ഒന്ന് സമർപ്പിക്കാമോ? ഈ തിരുവചനത്തിൻ്റെ മുൻപിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനർത്ഥം ഒഴിവാകുന്ന ഒരു നിമിഷമാകട്ടെ. നരകത്തിൻ്റെ
കെടുതികൾ ഒഴിയട്ടെ, നരകം ഒഴിഞ്ഞ് നിത്യത കാണട്ടെ, ആഴമായ ഒരു ദൈവിക എൻകൗണ്ടർ ഉണ്ടാകട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന, നടക്കേണ്ട ദൈവഹിതം കണ്ടെത്തുന്ന, കർത്താവേ ദൈവത്തിന് പ്രസാദമുള്ളവരായി മാറുന്ന, ദൈവവചന ധ്യാനത്തിലൂടെ ദൈവത്തിലേക്ക് അടുക്കുന്ന ഒരു ഉടമ്പടിയുടെ നിമിഷമായി മാറട്ടെ. അതിനായി തീരുമാനിച്ചവരുടെ മേൽ വിടുതൽ നടക്കട്ടെ. രോഗികൾ വിടുവിക്കപ്പെട്ടിട്ട് അനർത്ഥങ്ങൾ ഒഴിയട്ടെ. ചില ആക്സിഡന്റുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ചില രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലത്തെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ജനത്തിൻ്റെ മേൽ ക്രിയേറ്റീവ് മിറക്കിൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഈ സമയം തന്നെ ചില രോഗകിടക്കകളിൽ അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവ് തൊട്ടതിനെ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.